ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പൊതുവേ ആൻഡ്രോയിഡ് ഫോൺസിൽ നോച്ച് അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പം മുകളിൽ ഇതുപോലെ ഒരു പഞ്ചോളാണ് ഇവിടെ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോച്ച് ഹൈഡ് ചെയ്യാവുന്നതാണ്, അതിനുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിന് മാത്രം ഇത് സെപ്പറേറ്റ് ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആപ്പിൽ ഈ ഒരു കാര്യം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ കൺട്രോൾ സെൻറ്റർ ആൻഡ് നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നോച്ച് ഇൻ ഇൻഡിവിജ്വൽ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഒരു എക്സാമ്പിളിന് ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓട്ടോ എന്നുള്ളതിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ ആ ഒരു നോച്ച് സിസ്റ്റം വൈഡ് ആയിട്ട് എങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സെറ്റ് ആവുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഓൾവേസ് ഷോ നോച്ച് എന്നുള്ളതും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു നോച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾവേസ് ഷോ നോച്ച് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൽ മാത്രം ആ ഒരു നോച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഹൈഡ് നോച്ച് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എങ്ങനെ സെറ്റ് ചെയ്തു വെച്ചാൽ അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കി ആപ്പുകളൊക്കെ ബിഹേവ് ചെയ്യുക. പക്ഷേ ഈ ആപ്പിൽ മാത്രം നമുക്ക് നോച്ച് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു നോച്ച് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓരോരോ ആപ്പുകളിലായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.